ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിന് വേണ്ടി കോൺഗ്രസിൽ പിടിവലി മുറുകുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരിക്കും നറുക്കു വീഴുക. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകും. കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും ഉറപ്പുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രമേശ് ചെന്നിത്തലയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. രമേശിന്റെ താല്പര്യത്തിന് മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി കൂടി കിട്ടിയാലേ സ്ഥാനാർത്ഥിയെ ഉറപ്പിക്കാനാകൂ. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിടിവലി നടത്തുന്ന മണ്ഡലമാണ് വയനാട്. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റാണെന്നത് തന്നെയാണ് ഇതിന് കാരണം. ടി സിദ്ദിഖും എം ഹസനും ഷാനിമോൾ ഉസ്മാനും ഉൾപ്പെടെ ഒരു പട തന്നെ ഈ സീറ്റിന് വേണ്ടി രംഗത്തുണ്ട്. എന്നാൽ സീറ്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പിനായിരിക്കുമെന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ ആരെങ്കിലും ആയിരിക്കും ഇവിടെ അവതരിക്കുക എന്നതിലും പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. ഹൈക്കമാൻഡും AK ആന്റണിയും ഒക്കെ പലതും പറയുന്നുണ്ടെങ്കിലും ഇക്കുറി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കോൺഗ്രസിലെ സീറ്റ് വിഭജനം. സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്ന സീറ്റുകൾ ഒഴികെ മറ്റുള്ളവയൊക്കെ AI ഗ്രൂപ്പ് വീതം വയ്ക്കലിൽ തന്നെ പോകും. കേരളത്തിലെ ഗ്രൂപ്പുകളെ കോൺഗ്രസ് ഹൈക്കമാൻഡും അംഗീകരിച്ച മട്ടാണ്. അതാണ് രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ഒരേപോലെ അവർ പ്രോത്സാഹിപ്പിക്കുന്നതും. ആ സാഹചര്യത്തിൽ സിറ്റിംഗ് എംപിമാർ മത്സരിക്കുന്നതൊഴികെ 8ഓളം സീറ്റുകൾ AI ഗ്രൂപ്പുകൾ വീതം വയ്പ് നടക്കും. ഇതിൽ ചിലതിൽ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിഗണിക്കേണ്ടതായും വരും. മാത്രമല്ല, സിറ്റിംഗ് സീറ്റിലും ചിലപ്പോൾ ഹൈക്കമാൻഡിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ അവതരിക്കും. ഗ്രൂപ്പ് വീതം വയ്ക്കുമ്പോൾ വയനാട് സീറ്റ് ഐ ഗ്രൂപ്പിന്റെ പട്ടികയിലാണ് വന്നു ചേരുക. MI ഷാനവാസ് ആയിരുന്നു അവിടുത്തെ MP. ഷാനവാസിനെ ഐ ഗ്രൂപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഐ ഗ്രൂപ്പിന് അർഹതപ്പെട്ടതാണെന്നാണ് അവരുടെ വാദം. ഇത് A ഗ്രൂപ്പിന് അംഗീകരിച്ചു കൊടുക്കേണ്ടതായും വരും. അല്ലെങ്കിൽ അവരുടെ സീറ്റുകളിൽ പ്രശ്നങ്ങൾ തലപൊക്കും. അത്തരത്തിൽ വയനാട് സീറ്റ് ലഭിച്ചാൽ പിന്നെ സ്ഥാനാർത്ഥിയെ രമേശ് ചെന്നിത്തലയായിരിക്കും തീരുമാനിക്കുക. ഉറപ്പായ സീറ്റ് ആയതുകൊണ്ട് തന്നെ തന്റെ ഏറ്റവും വിശ്വസ്തനാണ് അവിടെ മത്സരിക്കേണ്ടതെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാലും ലീഗിന്റെ കൂടി പിന്തുണ ആവശ്യമായി വരും. മുസ്ലിം ലീഗിന് കൂടി സ്വീകാര്യനായ വ്യക്തിയെ മാത്രമേ അവിടെ രംഗത്തിറക്കാൻ രമേശും തയ്യാറാവുകയുള്ളൂ. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണെങ്കിലും മുസ്ലിം ലീഗിന്റെ പിന്തുണയും ഈ സീറ്റിൽ വിജയം ഉറപ്പാക്കാൻ നിർണായകമാണ്. വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ മലപ്പുറത്തെ 3 മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ 1 മണ്ഡലവുമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളായ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലുള്ള ഏറനാട്, നിലമ്പൂർ പട്ടികജാതി മണ്ഡലമായ വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് നിയമസഭാ മണ്ഡലം. വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമെ മലപ്പുറത്തെ 3 മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ 1 മണ്ഡലവുമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളായ മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലുള്ള ഏറനാട്, നിലമ്പൂർ പട്ടികജാതി മണ്ഡലമായ വണ്ടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഇതിൽ ഏറനാടും തിരുവമ്പാടിയും ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഈ 2 മണ്ഡലങ്ങളിലെ വോട്ടുകൾ ലഭിക്കണമെങ്കിൽ ലീഗിന് കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരിക്കണം മത്സര രംഗത്ത് വരേണ്ടത്. അതുകൊണ്ട് ലീഗിന് കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് രമേശ് ചെന്നിത്തലയുടെ മനസ്സിലുള്ളത്. നിലവിൽ രംഗത്തുള്ളവരാരും തന്നെ ഐ ഗ്രൂപ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നവരല്ല. ടി സിദ്ദിഖും M ഹസനും ഉമ്മൻചാണ്ടിയുടെ ശക്തരായ അനുയായികളാണ്. പിന്നെ സീറ്റ് മോഹവുമായി നടക്കുന്ന ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിൽ ഈ നേതാക്കളുടെ കണ്ണിലെ കരടുമാണ്. മുൻ ഐ ഗ്രൂപ്പുകാരിയാണെങ്കിലും ഇപ്പോൾ അവരെ ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയും പ്രതിസന്ധി ഉള്ളത് കൊണ്ട് തന്നെ വയനാട് സീറ്റ് കോൺഗ്രസിനുള്ളിൽ ഏറെ ചർച്ചാ വിഷയവും ആകുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ഏറെ കടുക്കുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടിക്കുള്ളിലുള്ളത്. തർക്കം മുറുകുമ്പോൾ ഷാനവാസിന്റെ മകൾ ആമിനയുടെ സാധ്യത തെളിയുന്നുണ്ട്. ഇതിനെ വെട്ടാനും ഇതിനകം നീക്കം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.